വടകരയിൽ RJD അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് മാറി ചെയ്ത RJD അംഗം രജനിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, എപ്പോഴായിരുന്നു ആക്രമണം? എത്രത്തോളം അതിക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട് ഇംതിയാസ്? പ്രജീഷ്, ഇന്ന് പുലർച്ചെയാണ് വടകരയിലെ RJD അംഗമായിട്ടുള്ള രജനി തെക്കേത്തൈലിന്റെ വീടിനു നേരെ ആക്രമണം ഉണ്ടായത്. വീടിന്റെ 2 ജനൽ ചില്ലുകൾ തകർത്തിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് രാവിലെ വീടിന്റെ വാതിൽ ഇവർ തുറന്ന സമയത്ത് വാതിലിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റീൽ കണ്ടെയ്നറും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ പോലീസൊക്കെ എത്തി സ്റ്റീൽ കണ്ടെയ്നർ അടക്കമുള്ള തെളിവുകളടക്കം അവിടെ നിന്ന് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CCTV അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്നാൽ ഈ RJD അംഗം രജനി തെക്കേത്തൈൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് മാറിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ വിവാദം അവിടെ വടകരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. അതായത് അവിടെ UDF RMPI സഖ്യത്തിനും അതുപോലെ തന്നെ LDFനും 7 എന്നായിരുന്നു കക്ഷിനില. എന്നാൽ ആ കക്ഷിനിലയിൽ ഈ RJD അംഗം വോട്ട് മാറി ചെയ്തതോടുകൂടി അവിടെ നറുക്കെടുപ്പില്ലാതെ തന്നെ രാധാകൃഷ്ണന് ഇവരുടെ UDF പാർട്ടിയുടെ രാധാകൃഷ്ണന് അവിടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഇതോടുകൂടി ഇദ്ദേഹത്തിന് നേരെ വലിയ വിമർശനവും ആക്ഷേപവും ഒക്കെ പാർട്ടിക്കകത്ത് നിന്ന് ഉണ്ടായിരുന്നു. RJD അംഗത്വം ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഇദ്ദേഹത്തിന്റെ വീടിന് നേരെ, രജനിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. പോലീസ് കേസ് അന്വേഷിച്ചു വരികയാണ്. പ്രജീഷ്, പോലീസ് എത്രത്തോളം കാര്യക്ഷമമായി ഈ സംഭവത്തെ കാണുന്നുണ്ട് ഇംതിയാസ്? നടപടികളൊക്കെ തന്നെ അതിവേഗത്തിൽ പ്രതീക്ഷിക്കാമോ? പ്രജീഷ്, ഇന്ന് രാവിലെ തന്നെ പോലീസ് അവിടെ എത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വാതിൽ തുറന്ന സമയത്ത്, വീട്ടിലുള്ളവർ വാതിൽ തുറന്ന സമയത്താണ് വാതിലിന്റെ ഭാഗത്ത് സ്റ്റീൽ കണ്ടെയ്നർ കണ്ടെത്തുന്നത്. അതും 2 ജനൽ ചില്ലുകളും തകർത്തിട്ടുണ്ട്. സാഹചര്യ തെളിവുകളൊക്കെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ LDFിനെ തന്നെ ആളുകൾ തന്നെയാണ് ഈ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ് ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. അതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്നാൽ ഇതുവരെ ആരെയും കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല.